കാബൂളിൽ ചെന്ന് ബോംബിട്ടാൽ അഫ്ഗാനിസ്ഥാൻ കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് പാകിസ്ഥാൻ കരുതി കാണും. എന്നാൽ പാകിസ്ഥാന്റെ കണക്ക് കൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാന്റെ വക 8ന്റെ പണി. സ്വന്തം മണ്ണിൽ നടന്ന ആക്രമണത്തിന് മറുപടിയായി പാക് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അഫ്ഗാൻ ഡ്രോണുകളുടെ കനത്ത തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു. പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായിട്ടുള്ള കോഹാട്ട് സൈനിക കേന്ദ്രത്തിന് നേരെയാണ് അഫ്ഗാനിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. വെറുമൊരു ആക്രമണമല്ല ഇത്, പാക് സൈന്യത്തിന്റെ താവളങ്ങളിലേക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു സ്ട്രൈക്ക് തന്നെയാണ്, ഒരു പ്രിസിഷൻ സ്ട്രൈക്ക് തന്നെയാണ് അഫ്ഗാൻ നടത്തിയിരിക്കുന്നത്. സൈനികരുടെ താമസ സ്ഥലങ്ങളും കോട്ടയ്ക്കുള്ളിലെ ആയുധപ്പുരകളും വെടിക്കോപ്പ് ഡിപ്പോകളും എല്ലാം തന്നെ ഈ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇതിനെല്ലാം പുറമെ പ്രധാന കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന വാർ കമാൻഡ് സെന്ററും ഫോർട്രസ് കമാൻഡറുടെ ഓഫീസും അഫ്ഗാൻ ഡ്രോണുകൾ കൃത്യമായി ലക്ഷ്യം വെച്ച് ആക്രമിച്ചു. ഇതിൽ നിന്നും അഫ്ഗാൻ പ്രത്യാക്രമണത്തിന്റെ കൃത്യതയും വ്യാപ്തിയും എത്രത്തോളം ഉണ്ടെന്ന് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ വിമാനത്താവളത്തിന് സമീപമുള്ള കാം എയർ എന്ന സ്വകാര്യ എയർലൈൻ കമ്പനിയുടെ ഇന്ധന ഡിപ്പോകളിൽ പാകിസ്ഥാൻ വ്യോമസേന ബോംബിട്ടിരുന്നു. ആഭ്യന്തര വിമാനങ്ങൾക്കും ഐക്യരാഷ്ട്രസഭയുടെ വിമാനങ്ങൾക്കൊക്കെ ഇന്ധനം നൽകുന്ന ഒരു കമ്പനിയാണിത്. ഇതിനു പുറമെ ഡ്യൂറന്റ് ലൈനിന് സമീപമുള്ള ഖോസ്റ്റ് പ്രവിശ്യയിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ കനത്ത പീരങ്കി ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 4 പേർ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അവരുടെ സിവിലിയൻസിനെ വരെ പാകിസ്ഥാൻ ആക്രമിച്ചിരുന്നു. തങ്ങളുടെ അതിർത്തി കടന്നു വന്ന നിരപരാധികളെ കൊന്നൊടുക്കിയ പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാൻ നൽകിയ ഒരു നേരിട്ടുള്ള മറുപടിയാണ് കൊഹാട്ടിലെ സൈനിക കേന്ദ്രത്തിൽ നമ്മളിപ്പോൾ കണ്ടത്. സാധാരണക്കാർക്ക് ഇത് വെറുമൊരു തിരിച്ചടിയായി തോന്നാമെങ്കിലും ഇതിന് വലിയ തന്ത്രപ്രധാനമായ ഒരു പ്രാധാന്യമുണ്ട്. പരാച്ചിനാർ, സദ്ദ, ഖൈബർ തുടങ്ങിയ പ്രദേശങ്ങൾക്കും തർക്കപ്രദേശമായ ഡ്യൂറന്റ് ലൈനിനും സൈനിക ലോജിസ്റ്റിക് പിന്തുണ നൽകുന്ന പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ ഹബ്ബാണ് കൊഹാട്ട് ഫോർട്രസ്. അതാണ് ഒറ്റയടിക്ക് അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ച് തകർത്തത്. ഇത് ഇത്ര വലിയൊരു ആക്രമണം സ്വന്തം സൈനിക കേന്ദ്രത്തിൽ നടന്നിട്ടും നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയോ എത്ര സൈനികർക്ക് ആളപായം ഉണ്ടായെന്നോ സ്ഥിരീകരിക്കാൻ പാകിസ്ഥാൻ സൈന്യം ഇതുവരെയും തയ്യാറായിട്ടില്ല. ഈ മൗനം തന്നെയാണ് പാകിസ്ഥാൻ ഏറ്റ പ്രഹരത്തിന്റെ ആഴവും കാണിക്കുന്നത്. ചുരുക്കത്തിൽ അതിർത്തി കടന്ന് അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കാൻ പോയ പാകിസ്ഥാന് ഇപ്പോൾ സ്വന്തം സൈനിക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇരു വിഭാഗങ്ങളിലെയും അധികാരികൾ ഔദ്യോഗിക പ്രതികരണങ്ങൾക്കായി ഇനിയും തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, അഫ്ഗാൻ അതിർത്തി ഇനി പാകിസ്ഥാൻ സൈന്യത്തിന് തോന്നിയതുപോലെ കടന്നു കയറാനുള്ള ഇടമല്ല. ഈ സംഘർഷം വരും ദിവസങ്ങളിൽ ഏത് രീതിയിലേക്ക് മാറുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്.